നിന്നിറങ്ങും. വാർഡിലെ വീടുകളാകെ സന്ദർശിക്കേണ്ടി വരും. സ്വാന്തന പരിചരണം, പ്രതിരോധ കുത്തിവയ്പ്, ഗർഭിണികളുടെ രജിസ്ട്രേഷൻ, ഡേറ്റ കളക്ഷൻ, അങ്ങനെ ചുമതലകൾ ഏറെ. ഒരു പകൽ മുഴുവൻ ചെലവിട്ടാലും തീരാത്ത ജോലികളാണ് ഇവർക്കുള്ളത്. ഒടുവിൽ ആനുകൂല്യം കിട്ടിയതോ ഒക്ടോബർ മാസവും. എല്ലാ ആനുകൂല്യങ്ങളും കിട്ടത്തില്ല. അതിൽ നമ്മൾ ഓരോ ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. ആ ക്രൈറ്റീരിയ വരുന്ന സമയത്ത് അത് കിട്ടാത്തൊരവസ്ഥയാണ്. 7,000 രൂപ ഓണറേറിയത്തിനും 10 ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. ആ ഡിമാൻഡുകൾ ഏതെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തില്ല, അല്ലെങ്കിൽ അതിൽ കുറവ് വന്നു കഴിഞ്ഞാൽ 700 രൂപ വെച്ച് കട്ട് ചെയ്യും. എങ്ങനെയായാലും ഒരാഴ്ചയ്ക്ക് 12,000 കിട്ടില്ല. നവംബർ, ഡിസംബർ, ജനുവരി മാസത്തെ ഓണറേറിയ ഇൻസെൻറ്റീവ് അടക്കം ലഭിക്കാനുണ്ട്. ഇതിപ്പോൾ 4 മാസമാണ്. ഫെബ്രുവരി ആകുമ്പോൾ 4 മാസമായി. ചുമതലകൾ കൃത്യമായി നിർവഹിക്കപ്പെട്ടാൽ ആശാപ്രവർത്തകയ്ക്ക് മാസം പരമാവധി 12,000 രൂപയാണ് ലഭിക്കുക. 7,000 രൂപ സംസ്ഥാന പ്രതിഫലം. ഇതര ആനുകൂല്യങ്ങളിൽ 60% കേന്ദ്ര സർക്കാരും 40% വിഹിതം സംസ്ഥാന സർക്കാരിൻ്റേതുമാണ്. അടിസ്ഥാന ജനവിഭാഗത്തിന് സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലേക്ക് ജോലിയുടെ സ്വഭാവം മാറി. ഒപ്പം സർവേയും. അപ്പോൾ ഈ ശൈലിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ കുഷ്ഠരോഗ നിവാരണ യജ്ഞത്തിനും ഉള്ളത്. അപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് ഒരു വ്യക്തിയോട് വീണ്ടും ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുക. അപ്പോൾ അത് ഒരു പ്രായോഗികമല്ലാത്തൊരു കാര്യമാണ്. എന്നുവെച്ചാൽ ഫെബ്രുവരി 28-ാം തീയതിക്കുള്ളിൽ ശൈലി തീർത്തു കൊടുക്കണം. ഒരു വാർഡിൽ മുഴുവൻ പോപ്പുലേഷനും 30 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളുടെ എൻട്രിയാണ് അതിനകത്ത് വരുന്നത്, ശൈലിക്കകത്ത് വരുന്നത്. വേതനം വെട്ടിക്കുറയ്ക്കുന്നതും അധിക ജോലി ഭാരവും അടക്കം വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ആശാപ്രവർത്തകർ അടുത്തിടെ സമരരംഗത്തായിരുന്നു. പ്രഭാവതിയെപ്പോലെ സംസ്ഥാനത്ത് ആശാപ്രവർത്തകരായി 25,125 പേരുണ്ട്. പ്രതിമാസ വേതനവും ആനുകൂല്യങ്ങളും യഥാസമയം ലഭ്യമാക്കണമെന്നതടക്കം ഇവർ സമരത്തിലൂടെ ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ വേണ്ട വിധത്തിൽ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആശാപ്രവർത്തകർ. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.